വർഷാവസാനമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി, അപരാധങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ആ ഒരു ലിസ്റ്റിലുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് പുഷ്പ 2 ദ റൂൾ. എന്ത് ഊള പടമാണെന്ന് അറിയാമോ? ഡയറക്ടറിനെ കണ്ട ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്? KGF 2 കണ്ടിട്ട് ഒരുപാട് ചേഞ്ച് വരുത്തി അല്ലെങ്കിൽ ഒരുപാട് മാസ് എലമെന്റ്സ് ഒക്കെ കയറ്റി എന്ന് പറഞ്ഞ സിനിമയാണത്. മാസ് എലമെന്റ്സ് ഒക്കെ കാണണം, ചിരിച്ച് പണ്ടാരോടങ്ങി പോവും. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പുഷ്പ ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട കുറച്ച് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരു വെറുപ്പിക്കലിന്റെ ഘോഷയാത്രയാണ്. അവിടെ നിന്ന് തുടങ്ങും. വരുന്നവനും പോകുന്നവനും വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. 3.5 മണിക്കൂർ സിനിമയിൽ ആകെ 2-3 സീൻ കൊള്ളാന്ന് പറയാം, ബാക്കി എല്ലാം വെറുപ്പിക്കലാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നോക്ക്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു സീനുണ്ട്, ജപ്പാനിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ആ ഒരു സീനുമായിട്ട് ഒരു കണക്ഷനും സിനിമയിലില്ല. പിന്നീട് ഡയറക്ടർ തന്നെ മറന്നു ഇത് എടുക്കുന്നത് പുഷ്പ 2 ആണെന്നുള്ള കാര്യം. കാരണം പുള്ളിക്കാരൻ ഒരു മെഗാ സീരിയലാണ് വെച്ചിരിക്കുന്നത്. അമ്മ പാസം, ഭാര്യ പാസം, മരുമോൾ പാസം, മാമൻ പാസം, വരുന്നവനും പോകുന്നവനും എല്ലാവരുടെ അടുത്തും പാസം, പാസത്തോടെ പാസം. ക്ലൈമാക്സ് ഒക്കെ കാണണം, പാസം കൊണ്ടിട്ടേ കണ്ണീര് വരും. അമ്മാതിരി ഒരു ക്ലൈമാക്സ് ആണ്. അത് ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒരുത്തനും വിശ്വസിക്കത്തില്ല. എന്ത് ക്ലൈമാക്സറാ, എന്ത് സിനിമയാണ്? അതാണ് ആദ്യം ചോദിക്കണ്ടേ. എന്ത് പടമാണ് ഇത്? എനിക്ക് മനസ്സിലാവുള്ള എന്തിനാണ് ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ ട്രോളാൻ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് സിനിമ കണ്ടിട്ട്. ആകെ 1-2 സീൻ എനിക്ക് ഓക്കെ, ബാക്കി 3.5 മണിക്കൂർ ഇങ്ങനെ ചത്തിരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ സിനിമയ്ക്കിടയ്ക്ക് മൊബൈൽ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കോൾ വന്നാൽ കട്ട് ചെയ്യാൻ ഞാനങ്ങനെ മൊബൈൽ നോക്കത്തേ ഇല്ല. ഞാൻ ഇന്ന് മൊബൈൽ എടുത്ത് ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ നോക്കും. അത്ര മാത്രം എന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു സീൻ കണ്ടോണ്ടിരിക്കുക, ഞാൻ ഓക്കെ ഒരു പാസം സീൻ, ഞാൻ ഇത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു നോക്കിയപ്പോൾ സിനിമ തീർന്നു. അത് കഴിഞ്ഞിട്ട് പുഷ്പ 3 എന്തിന്? പുഷ്പ 2 സഹിക്കാൻ പറ്റിയില്ല. KGF 2 കണ്ടിട്ട് ഒരുപാട് സീക്വൻസിൽ മാറ്റി, ഒരുപാട് മറ്റേ എൻഗേജിങ് ആയിട്ടുള്ള ഭയങ്കര മാസ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ പറഞ്ഞ സിനിമയാണ്. മാസ് എലമെന്റ്സ് ഒക്കെ കാണണം, ഇറങ്ങി ഓടും നിങ്ങൾ. ആരാടാ എൻ്റെ ആക്ഷൻ ഡയറക്ടർ? എൻ്റെ മോനെ കുറെ ആക്ഷൻ സീക്വൻസ് ഉണ്ട് കേട്ടോ, ചിരി വരും. വായു കൊണ്ടൊക്കെ കടിക്കണം, അതായത് സോംബിയായി മാറുന്ന ഒരു സീനുണ്ട്. പിന്നീട് കൈയും കാലും കെട്ടിയിട്ട് കാണിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള വേറെ കുറെ ആക്ഷൻസ്, എൻ്റെ പൊന്നെ ചിരിച്ചു മരിക്കുക സീനെല്ലാം. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ തിയേറ്റർ ഫുള്ളിരുന്ന് ചിരിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സിനിമയിൽ ആകെ എനിക്ക് കൊള്ളാം, കുഴപ്പമില്ലാതെ തോന്നിയത് മറ്റേ ഒരു ടീസർ വന്നില്ലേ സാരി കൊടുത്തിട്ടുള്ള, അത് കുറച്ച് കൊള്ളാം. പിന്നീട് 2-3 സീക്വൻസ് അവിടെ ഇവിടെയായിട്ട് കൊള്ളാം, അല്ലാതെ വേറെ ഒന്നും ഈ സിനിമയിലില്ല. ഇത് ഡയറക്ടർ തന്നെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഓക്കെ എനിക്ക് എൻ്റെ പടം തന്നെ ട്രോൾ ചെയ്യും എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് കാണും. അങ്ങനെ അടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സ്ക്രീൻ പ്ലേയോ സ്റ്റോറി ബോർഡോ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് തോന്നിയതുപോലെയൊക്കെ ചെയ്തിരിക്കുകയാണ് സിനിമയിൽ. ആകെ കൊള്ളാതെ 2-3 സീൻ കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഫഹദ് ഫാസിന്റെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴും നല്ല രീതിക്ക് തന്നെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു ക്യാരക്ടറിനെ ഒന്നുമില്ലാത്ത രീതിയിൽ കൊണ്ട് കളഞ്ഞു അവന്മാര്. സിനിമ ഫുൾ അങ്ങനെ തന്നെയാണ്, ഒരു കാര്യമില്ല. എവിടെ തുടങ്ങുന്നത്, എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് കാണിക്കുന്നത്, ട്രെയിലറിൽ കാണിക്കുന്ന കുറെ സംഭവമൊക്കെ സത്യമായി ഇതിൽ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്ത് ആവശ്യത്തിന്? വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ്. ഓരോ സീക്വൻസ് കഴിയുമ്പോഴും വെറുപ്പിക്കലിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി, ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെ വെറുപ്പിച്ചില്ലേ, അടുത്തത് ഞങ്ങൾ വേറെ രീതിക്ക് വെറുപ്പിക്കാം, അങ്ങനെയൊക്കെയാണ് വെറുപ്പിക്കണം. അതിന് ഇടയ്ക്ക് മറ്റേ ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഒരാൾ, എൻ്റെ പൊന്നോ, അടുത്ത നാഷണൽ അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ക്യൂട്ട്നെസ്സിനൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അല്ലു അർജുനന് അവാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അല്ലു അർജുനും അതുപോലത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇടുന്നുണ്ട്. അത് നമ്മളിങ്ങനെ എന്താണ് കാണിക്കുന്നത് ഇന്ന് ആലോചിച്ചു പോകും. സിനിമയെ പറ്റി പറയാൻ എനിക്ക് ഒന്നുമില്ല. ഫസ്റ്റ് പാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് കൂതറെന്നറിയാം, 7 അയലത്ത് വരത്തില്ല. പുഷ്പ 2 പറഞ്ഞാൽ പോലും ഒരുത്തരും വിശ്വസിക്കത്തില്ല, വന്ന് അടിക്കും. ആ ലെവലിലാണ് ഈ സിനിമ അവർ പടച്ചു വെച്ചിരിക്കുന്നത്. പുഷ്പ 1 ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡും ആ ഒരു വേൾഡ് ബിൽഡും അവിടുത്തെ ആ ഒരു എന്ത് പറയാ സ്പാർക്ലിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ആകെ 2-3 സീൻ മാത്രം, അതും അടിപൊളി എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു 3.5 മണിക്കൂർ അപരാധത്തിൽ ആകെ കൊള്ളാം, ഓക്കെ ഞാൻ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയൊരു സീനാണ്. ഒരു എന്തിനോ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് ഇല്ല, ഒരു എൻഡിങ് ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന സീനൊക്കെ എവിടെയോ പോണ്, പിന്നെ എൻഡിങ്ങിൽ വേറെ എന്തൊക്കെ കാണിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഒരു മാസ് മസാല മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ കാണണം നിങ്ങൾ. പിന്നെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഈ ലോജിക് പരിപാടിയൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ, അതായത് സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് പൂട്ടിയിട്ട് വേണം പോകാൻ. അതൊന്നും ആലോചിക്കരുത്, എന്തുകൊണ്ട് ഈ സീൻ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കുമോ? നോ, അതൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല സിനിമയിൽ. ആൻഡ് മൂവിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാഫ് പറയുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു, എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ആ ഒരു ഇന്റർവ്യൂ പോർഷൻ വരെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ആ ഒരു ഇന്റർവ്യൂ പോർഷൻ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ അത് സ്പോയിലായി പോകും. ചിലപ്പോൾ സിനിമയിൽ കൊള്ളാവുന്ന ഏതെങ്കിലും 2 സീനായിരിക്കും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഏതെങ്കിലും സിനിമയ്ക്ക് ആക്ഷൻ സീക്വൻസ് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നതും വിസിലടിക്കുന്നതും കൂണതും കണ്ടിട്ടുണ്ടോ? അത് ഈ പുഷ്പയിലുണ്ട്. ഒരു സീനുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങളത് എന്തായാലും അറിയും. ഒരു സീനുണ്ട്, കൈയും കാലൊന്നും അല്ലു അർജുൻ ഉപയോഗിക്കത്തില്ല.
എൻ്റെ പൊന്നോ. അല്ലു അർജുൻ എന്ന് പറയുന്ന ആക്ടർ, അല്ലെങ്കിൽ നമ്മൾ അല്ലു അർജുൻ്റെ മൂവീസ് കണ്ടു കാണുന്ന ഒരാൾക്കാരാണ്. ആ ഒരു ഡബ്ബിങ്ങിൽ വന്നിട്ടുള്ള ഒരുപാട് മൂവീസ്, ഹാപ്പി തൊട്ട് അങ്ങോട്ട് ഒരുപാട് സിനിമാസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള. അങ്ങനത്തെ ഒരു ആക്ടറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വേസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പുഷ്പ 2. എക്സ്പെക്ട് ചെയ്തതിന്റെ 1% പോലും എവിടെയും ഈ സിനിമയിലില്ല. സോ ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഞാൻ ആ ഒരു 3 മണിക്കൂർ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ മൂവി ഇഷ്ടപ്പെടാം, വർക്കാവാം. ചിലപ്പോൾ ആ ഒരു പാസം കാണിക്കുന്ന സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ എനിക്കതൊന്നും ഒട്ടും വർക്കായില്ല. ആകെ കൊള്ളാവുന്ന ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സീക്വൻസ് അവിടെ ഇവിടെ നല്ലാതെ വേറെ ഒന്നും തന്നെ ഈ ഒരു സിനിമയിലില്ല. സോ എന്തായാലും സിനിമ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.